എല്ലാവർക്കും സത്താൻ മെനുവിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നീതു. അപ്പോൾ ഞാനിന്ന് സത്താൻ മെനുവിൽ ഒരു ചട്നി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചട്നി റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ ദോശയുടെയും ഇഡ്ലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ചട്നിയാണ് ടൊമാറ്റോ മിൻറ്റ് ചട്നി. ഇത് ദോശയുടെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങൾ 3 മീഡിയം സൈസുള്ള തക്കാളി എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഉണക്കമുളകാണ്. അപ്പോൾ ഞാനിവിടെ 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഉണക്കമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എരിവില്ലാത്തതാണെങ്കിൽ 5 or 6 നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് നല്ല എരിവുണ്ട് കേട്ടോ. അതിനുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് പുതിനയുടെ ഇലയാണ്. പുതിനയുടെ ഇല ഞാനിപ്പോൾ ഇവിടെ 1 പിടി പുതിനയുടെ ഇല എടുത്തിട്ടുണ്ട്. അപ്പം ചിലർക്ക് പുതിനയുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. ഈ പുളിയുടെ അളവെന്ന് പറയുന്നത് തക്കാളിയുടെ പുളിക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ തക്കാളിക്ക് ഒട്ടും പുളിയില്ല, അതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം ഈ ഒരു അളവിൽ ഞാൻ പുളി എടുത്തിട്ടുണ്ട്. വാളംപുളിയാണ്, അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുളി എടുക്കുന്ന സമയത്ത് തക്കാളിക്ക് നല്ല പുളിയാണെങ്കിൽ നിങ്ങൾ ഈ വാളംപുളി ഒഴിവാക്കാം കേട്ടോ. അതെടുക്കേണ്ട ആവശ്യമില്ല, തക്കാളിയുടെ പുളി തന്നെ മതിയാവും. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതിനൊരു കറുപ്പ് കളർ വരാൻ തുടങ്ങും, അതുവരെ ഒന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ ചിലർക്കൊക്കെ ആ ഒരു സ്മോക്കി ഫ്ലേവർ ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് കറുപ്പ് കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചട്നിക്ക് ഒരു ചെറുതായിട്ടൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് നോക്കിക്കേ, ചെറുതായിട്ട് കറുപ്പ് കളറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതെന്തായാലും വേറെ പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് തക്കാളി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി ഞാൻ ഏകദേശം ഒരു 4-5 കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതൊന്ന് വഴറ്റിയെടുത്തിട്ട് അരക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റുക. അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ചെറിയൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് വഴണ്ട് കിട്ടണമെങ്കിൽ, അതായത് പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ചട്നിക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾ വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തക്കാളിയുടെ പച്ചമണം മാറിയില്ലെങ്കിൽ ടേസ്റ്റ് കാണില്ല ചട്നി. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുതിനയുടെ ഇല ഇട്ട് കൊടുക്കുക. ഞാൻ 1 പിടി പുതിനയുടെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വാളംപുളിയും കൂടെ ചേർക്കുവാണ്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഈ പുതിനയുടെ ഇലയ്ക്ക് ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, ആ പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ഇലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരും. അപ്പോൾ ഇത് നോക്കിക്കുക, നമ്മുടെ തക്കാളിയും പുതിനയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ആ പുതിനയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നോക്കിക്കുക, നമ്മുടെ തക്കാളിയും പുതിനയൊക്കെ വഴറ്റിയത് ഞാനൊരു ചട്നി ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ സൈഡിൽ മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമുളക് ചേർക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 1 നുള്ള് പഞ്ചസാര ചേർത്താൽ മതി, ഒരുപാട് ചേർക്കരുത്. ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനൊരു ചെറിയ സ്പൂണിൻ്റെ 1/4 സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഉപ്പ് ഓൾറെഡി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. പക്ഷെ ഞാനൊരു 1 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ചേർത്തിട്ട് അരച്ചെടുക്കുവാണ്. അപ്പോൾ ഒരുപാട് തിക്കായിട്ടാണ് സാധാരണ ഇത് സെർവ് ചെയ്യാറ്. മറ്റു ചട്നികളുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്ത് കണ്ടിട്ടുള്ളത് ഞാൻ അധികം. പക്ഷെ നമ്മൾ ദോശയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ അത്യാവശ്യം തിക്കായിട്ട് തന്നെ സെർവ് ചെയ്യുക. ഒരുപാട് ലൂസാക്കിയിട്ട് ചെയ്യരുത് കേട്ടോ, ഒരു ടേസ്റ്റ് കാണില്ല ഇതിന്. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അരച്ചെടുക്കാം. നല്ല കട്ടിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക.
അപ്പോൾ ഇതാ നോക്കിക്കേ, ഞാൻ നമ്മുടെ ചട്നി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഉള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കേട്ടോ. അത് ഓൾറെഡി നമ്മൾ നന്നായിട്ട് കുഴഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കുകയാണ് വേണ്ടത്. ഞാൻ ഏകദേശം 1 ടീസ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് താളിച്ചൊഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നില്ല, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി താളിച്ചതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ടൊമാറ്റോ മിൻറ്റ് ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എങ്ങനെയാണ് ടേസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സതേൺ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്